ഇപ്പോൾ നേരത്തെ നമ്മൾ LDF സർക്കാരിനെ പറഞ്ഞതുപോലെ തന്നെ NDA സർക്കാർ ചെയ്യുന്നില്ലേ? ഇപ്പോൾ പല വികസനങ്ങളും ഇപ്പോൾ പലപ്പോഴും കാണുന്നതാണ് നമ്മുടെ ഈ ഒരു റെയിൽവേയുടെ വികസനം. ഇപ്പോൾ മോദി കൊണ്ടുവന്ന വന്ദേ ഭാരത്, പണ്ടത്തെ കാലത്തെ അല്ലെങ്കിൽ UPA സർക്കാരുണ്ടായ സമയത്ത് ആ ഒരു പഴഞ്ചൻ വൃത്തികെട്ട അല്ലെങ്കിൽ വൃത്തി മോശം രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷനും ട്രെയിനും ഒക്കെ കാണിച്ച് ഇപ്പോഴത്തെ വന്ദേ ഭാരതുകളും സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സുകളും പിന്നെ അതിൽ വന്നിരിക്കുന്ന എന്താ പറയുക വികസനങ്ങൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട്, അതായത് ഒപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം ഇതെല്ലാം കാണിച്ചുകൊണ്ട് മോദി സർക്കാർ ഉണ്ടെങ്കിൽ ഇവിടെ വികസനമുണ്ട് എന്ന തരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ലേ? അല്ല, അത് എന്താണെന്നറിയോ, അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നുണ്ട്. ഞാൻ അതിലും കാണുന്നത് മോഡി സർക്കാർ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് വർഗീയതയാണ്. ആ വർഗീയത അതിപ്പോൾ ആ ട്രെയിനിന് പെയിൻ്റ് അടിച്ചത് തൊട്ട് എല്ലാ കാര്യങ്ങളിലും ആ വർഗീയത തെളിവാണ്. ഈ ഓരോ രാജ്യത്തും നമുക്കറിയാം, നമ്മുടെ ഈ നാട്ടിൽ പോലും ആദ്യം ഉണ്ടായിരുന്നത് ഈ ട്രെയിൽ പാളങ്ങൾക്ക് പകരം തടിക്കഷ്ണം ഇട്ടുകൊണ്ടാണ് ഇവിടെ ബ്രിട്ടീഷുകാർ പണ്ട് ട്രെയിൻ ഓടിച്ചത്. അതിനുശേഷം എന്തായി? ആവി എഞ്ചിനായി, പിന്നീട് കൽക്കരി എഞ്ചിനായി, പിന്നെ എന്തായി? ഡീസൽ എഞ്ചിനായി. ഇത് ഓരോ കാലഘട്ടത്തിലും ശാസ്ത്രം വികസിക്കുന്നതനുസരിച്ചും സാങ്കേതിക വിദ്യ ഡെവലപ്മെന്റ് വരും. ആ ഡെവലപ്മെന്റ് അതിനപ്പുറത്തേക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സംഭവത്തിനപ്പുറത്ത് പുതിയതായിട്ട് ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയാൻ എന്താ ഉള്ളത്? ബഹിരാകാശം, വിമാനങ്ങൾ, വിമാന കമ്പനികൾ, എയർപോർട്ടുകൾ, പോർട്ടുകൾ പുതിയതായിട്ട് കൊണ്ടുവന്നു പറയാൻ എന്താ ഉള്ളത്? ഒരു വിഴിഞ്ഞം പറയാം. ആ വിഴിഞ്ഞവും അവരുടെ പറയാൻ പറ്റത്തില്ല, കാരണം സ്വകാര്യ പങ്കാളിത്തവും കേരളത്തിലെ പങ്കാളിത്തവും. അപ്പോൾ പൂർണ്ണമായിട്ട് അത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താ ഉള്ളത്? അവർക്കെന്താ? ഇനി റെയിൽവേയിലെ കാര്യം പറഞ്ഞല്ലേ, ഈ റെയിൽവേയിൽ എത്ര റിക്രൂട്ട്മെൻറ്റ് വേക്കൻസി കിടക്കുന്നുണ്ടെന്ന് അറിയും. റെയിൽവേയിൽ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ട് എത്ര വർഷമായി? ഈ ഗവൺമെൻറ് NDA ഗവൺമെൻറ് ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ റെയിൽവേയിൽ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടില്ല. 2,26,000-ലധികം വേക്കൻസികൾ, ലൈം വേക്കൻറ്റ് പോസ്റ്റുകൾ റെയിൽവേയിൽ. അത് ക്ലാസ് 4, ക്ലാസ് 3 വേക്കൻസി ഒന്നുമില്ല. 16ഓളം പോസ്റ്റുകൾ ഡെമോളിഷ് ചെയ്തു. അതിനകത്തൂടെ 60,000-ലധികം പേർക്ക് ജോലി പോയി റെയിൽവേയിൽ. ഇനി രണ്ടാമത്തെ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് എല്ലാം നല്ല മൂടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അത് തന്നെ ഭയങ്കര സുരേഷ് ഗോപിയൊക്കെ ഓടി നടന്നാണ് ഉദ്ഘാടനം നേട്ടമായിട്ട് പറയുന്നത്. പക്ഷേ ഈ റെയിൽവേ വിൽക്കാനിട്ടേക്കുക, സ്വകാര്യവൽക്കരിക്കാൻ. റെയിൽവേ വിൽക്കാനിട്ടിരിക്കുക. വിൽക്കുന്നതിന് മുമ്പ് ജനങ്ങളുടെ പൈസ എടുത്ത് ഇന്ത്യക്കാരൻ്റെ തലയിലേക്ക് ആ ബാധ്യതയും കൂടെ വെച്ച് അതും കൂടെ നന്നാക്കി അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഈ ഇലക്ഷനൊക്കെ കഴിയട്ടെ, ഒരു ബജറ്റ് വരട്ടെ, അവരുടെ അടുത്ത് നീക്കുവതായി. റെയിൽവേ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് ബെമലുണ്ട്, റെയിൽവേ ഉണ്ട്. റെയിൽവേക്കാണ്, കാരണം നമ്മുടെ റെയിൽവേ മന്ത്രി തന്നെ പറഞ്ഞു റെയിൽവേയുടെ പ്രോപ്പർട്ടികൾ കൊടുത്ത് ധനം സ്വരൂപിക്കുക. കാരണം ഇനി കൊള്ളയടിക്കാൻ റിസർവ് ബാങ്കും ഇല്ല, റിസർവ് ബാങ്കും തീർന്നു. അതിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഇപ്പോൾ അദാനിക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. LICന്ന് 6,000 കോടി എടുത്തിട്ടാണ് ഈ കഴിഞ്ഞ വർഷം അദാനിക്ക് കൊടുത്തത്. ഇങ്ങനെ കൊടുത്ത് ഇനി ഇല്ല. ഇനിയിപ്പം സ്വകാര്യ ഇതുപോലെയുള്ള സാധനങ്ങൾ പബ്ലിക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് കിട്ടുന്ന പൈസ ഇനി പൊട്ടിടിക്കാനുള്ളൂ. അതേസമയം അവിടെയാണ് UPA ഗവൺമെൻറ്റിനെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്നത്. നാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഓടി നടന്നത്. ഒരു കാലഘട്ടത്തിൽ നാഷണലൈസ് ചെയ്ത എയർ ഇന്ത്യയെ ആർക്കൊണ്ടേ കൊടുത്തു? വീണ്ടും ടാറ്റയ്ക്ക് കൊടുത്തു. അങ്ങനെ ഓരോന്ന് നോക്കിയേ, BPCL, അങ്ങനെ ഓരോന്നും ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ജനം അതിൻ്റെ ദുരിതത്തിലേക്ക് വരിക. അപ്പോൾ വികസനത്തെ പറ്റി പറയുമ്പോഴും ഈ പുറമേ കാണിക്കുന്ന പെയിൻ്റടി അല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയാൽ ഒരാളും ഇന്ന് ഇന്ത്യക്കാരൻ ഇപ്പം ഗ്യാസിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കി. 400 രൂപയായിരുന്ന സമയത്ത് ഗ്യാസ് കുറ്റിയും തലയിൽ വെച്ച് സമരം ചെയ്തവർ ഇന്ന് 1,080 കിട്ടാനില്ല. ഇന്ന് സമരം ചെയ്യാൻ പറ്റുന്നില്ല, ഇന്ന് മിണ്ടുന്നില്ല. 50 രൂപയ്ക്ക് പെട്രോള്, 67 രൂപയായിരുന്നു UP ഇറങ്ങുന്ന സമയത്ത്, 52 രൂപയായിരുന്നു ഡീസലിൻ്റെ വില. ഇന്നത് എവിടെ എത്തി നിൽക്കുന്നു? 98ഉം 106 എത്തി നിൽക്കുന്നു. അപ്പോൾ ഇതിലേതാ വികസനം എന്ന് പറയാൻ പറ്റുന്നത്? വികസനമില്ല. ഇനി ആരോഗ്യമേഖല, നമ്മൾ കേരളത്തെ എന്തൊക്കെ കുറ്റം പറയുമെങ്കിലും കേരളത്തെ ഏതെങ്കിലും ഒരു താലൂക്ക് ആശുപത്രിയുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. പണ്ട് ഈ പറയുന്ന 14 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരിക്കുന്ന ആശുപത്രികൾക്കല്ല ആശുപത്രി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലുള്ള സ്ഥാപനങ്ങളെ അല്ലാതെ വേറെ എന്താ ഉള്ളത്? ഒരു എയിംസ് പുതുതായിട്ട് സ്ഥാപിക്കാൻ പോലും മടിക്കുന്നു. അതേസമയം അവർ ഓടി നടന്ന് പ്രതിമകളുണ്ടാക്കുന്നു, ക്ഷേത്രങ്ങളുണ്ടാക്കുന്നു. ഇതിനെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ പട്ടേൽ പ്രതിമ ഉണ്ടാക്കി വെച്ചു, അതിലൂടെ സർക്കാരിന് വരുമാനം കിട്ടുന്നു, ടൂറിസത്തെ ആകർഷിക്കുന്നു എന്ന് പറയുന്നു.
ആ നാട്ടിൽ വരുന്നവർ ഈ പ്രതിമ കാണുമ്പോൾ കാണാൻ ചെല്ലുന്നു, അത് ടൂറിസത്തിന് കിട്ടുന്നു, അത് റവന്യൂ വർദ്ധിപ്പിക്കുന്ന പറയുന്നത്. അതല്ലല്ലോ ജനത്തിൻ്റെ വികസനം. അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അത് ഒത്തിരിയുണ്ട്. അതായത് നമ്മൾ മുമ്പേ ചർച്ച ചെയ്തു പൊതുകടം. ഇന്ത്യയുടെ പൊതുകടം എങ്ങനെയാണ്? കഴിഞ്ഞ 67 വർഷം കൊണ്ട്, സ്വാതന്ത്ര്യം കിട്ടി 45 ശേഷം 67 വർഷങ്ങൾ കൊണ്ട് എല്ലാ സർക്കാരുകളും കൂടെ കൂട്ടി ഉണ്ടാക്കി വെച്ച പൊതുകടം എന്ന് പറയുന്ന 55 ലക്ഷം കോടി രൂപയായിരുന്നു. 55 lakh crores rupees. കഴിഞ്ഞ അത് 2014 വരെ 2014 ശേഷം ഇന്ന് വരെ 12 വർഷങ്ങൾ കൊണ്ട് ഈ NDA ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് 197.18 lakh crores rupees എന്ന് പറഞ്ഞാൽ 142.18 ലക്ഷത്തിന്റെ വർധനവ്. ലക്ഷം കോടി രൂപ. ഈ 55 ലക്ഷം കോടി രൂപ കടമെടുത്തിട്ടാണ് ഇന്ത്യയിലെ കർഷകരുടെ കടം, കൊടാനുകൂടി കടം മൻമോഹൻ സിംഗിന്റെ കാലത്ത് എഴുതി തള്ളുന്നത്. അതും കൂടി ഈ 55 ലക്ഷം രൂപ എടുത്തിട്ടാണ് അത്രയും ചെയ്യുന്നത്. അതിനകത്ത് വന്നേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ കോർപ്പറേറ്റുകളുടെ, അതേസമയം കോർപ്പറേറ്റുകളുടെ 62,000 കോടി രൂപയുടെ അധികം എഴുതി തള്ളിയിട്ടുണ്ട്. തീർച്ചയായും ആരുടെ? നീരവ് മോഡി, വിജയ് മല്യ തുടങ്ങി അങ്ങോട്ട് കിടക്കുക എല്ലാവരും എഴുതി തള്ളുന്നുണ്ട്. സാധാരണക്കാരൻ്റെ 1 രൂപ പോലും എഴുതി തള്ളുന്നില്ല. എന്ത് വികസനം നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കണക്കൂട്ടിയപ്പോൾ ഏകദേശം ഈ കാര്യത്തിൽ LDFും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ സർക്കാരും കേന്ദ്ര സർക്കാരും ഒരേപോലെ 1,36,930 കേന്ദ്രത്തിൽ വെച്ച് നോക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും കടമുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അപ്പോൾ എനിക്ക് തോന്നുന്നു കേന്ദ്രവും കേരളവും കൂടി വരുമ്പോൾ ഏകദേശം 2,70,000 നമ്മളെ സംബന്ധിച്ച് 2,70,000-80,000 രൂപയോളം ഒരു ഇന്ത്യക്കാരനെ നിലയ്ക്ക് കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും കൂടി കടം വെച്ച് നോക്കുമ്പോൾ നമുക്ക് നിലവിലുണ്ടെന്നുള്ളതാണ്. ഞാൻ ഈ ഒരു വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ 18 വർഷത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ കേന്ദ്ര സംബന്ധം FCRA വിഷയം ഇപ്പോൾ ഉയർന്നു വന്നതാണ്. പക്ഷേ അതിനെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയാണ് ആ വിഷയത്തിൽ ശക്തമായി ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. KCBC, അതോടൊപ്പം തന്നെ CBCI, ഇവരെല്ലാവരും ശക്തമായി. CBCI ഒരു പത്രസമ്മേളനം കഴിഞ്ഞ ദിവസം നടത്തിയായിരുന്നു ഈ വിഷയത്തിൽ. അതോടൊപ്പം കഴിഞ്ഞ ദിവസം തറയിൽ പിതാവ് പത്രസമ്മേളനം വിളിച്ചു. ശക്തമായി തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട, പക്ഷേ ഇപ്പോഴും ഈ കേരളത്തിലെ ഈ ഒരു ഇലക്ഷന് നമ്മൾ ആദ്യം മുതൽ ചർച്ച ചെയ്തൊരു വിഷയം കുറേ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് മറയും എന്നുള്ളതാണ്. 2020യുടെ സാന്നിധ്യം, 2020 ക്രൈസ്തവ നേതാക്കളെ കൂടുതൽ പല മേഖലയിലും വെക്കുന്നു, സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ അക്കം. അപ്പോൾ അത്തരത്തിൽ NDAക്ക് ക്രൈസ്തവ വോട്ടുകൾ പോകും ചില മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ച് അത്തരത്തിൽ ഒരു കാണുന്നുണ്ട്. ചില സംഘടനകൾ അതിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം വരുമ്പോൾ ക്രൈസ്തവ ഇഷ്യൂ എന്ന രീതിയിൽ ഇപ്പോൾ പിതാക്കന്മാരടക്കം ഇത് മുന്നോട്ട് വരുമ്പോൾ ചില ആളുകൾ, ചില സംഘടനയിൽ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ ഇത് അത്തരത്തിലല്ല ക്രൈസ്തവരെ ബാധിക്കുന്നത്, എല്ലാവരും ബാധിക്കുന്നത്, എന്തുകൊണ്ട് ക്രൈസ്തവർ മാത്രം ഇത്ര ചാടി ഇതിൻ്റെ പുറകെ പോകുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഇത് കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ലൊരു ഭേദഗതിയാണ് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് ആ വിഷയം എപ്പോഴും പറയുന്ന ഒരു കാരണങ്ങൾ, ക്യാപ്സൂൾസ് പലതും ക്രൈസ്തവ സംഘടനകളിൽ നിന്നും ക്രൈസ്തവ വ്യക്തികളിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ FCRA ഭേദഗതി, FCRA ഭേദഗതി ക്രൈസ്തവ സമൂഹത്തെ എങ്ങനെ ബാധിക്കും? FCRAയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ NDA മുന്നണിയുടെ ഈ പോക്കിനെ ഗൗരവത്തോടെ ബാധിക്കും. അത് ക്രൈസ്തവ NDA ഗവൺമെന്റിന്റെ പോക്കിനെ ബാധിക്കുമോ അതോ ക്രൈസ്തവ സംഘടനകളെ ബാധിക്കുമോ? ഈ നിയമനിർമ്മാണമായിട്ടുള്ള മുന്നോട്ട് പോക്ക് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആരെ ബാധിക്കും? ഈ ഇലക്ഷനിൽ BJPക്ക് NDA മുന്നണിക്ക് ദോഷകരമായിട്ട് ബാധിക്കും. കുറച്ച് അനുകൂല നിലപാടുള്ളവർ പോലും മാറി ചിന്തിക്കാൻ സാധ്യത ഉണ്ട്. FCRA അമെൻമെൻറ്റ്, ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ട് അമെൻമെൻറ്റ് ഇപ്പോൾ കൊണ്ടുവരുന്ന രീതിയിൽ നടപ്പിലാക്കിയാൽ അത് ക്രൈസ്തവ സമൂഹത്തെ മാത്രമല്ല ഇന്ത്യയിലെ അടിസ്ഥാനപരമായ വളർച്ചയെ തന്നെ നശിപ്പിക്കും. യാതൊരു തർക്കവുമില്ല. ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ ഇതുപോലെ വികസനം വന്നിട്ടുണ്ടെങ്കിൽ, ഇവൻ നമ്മുടെ കേരളത്തിലടക്കം, കേരളം തൊട്ട് ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലേക്കും പറയുകയാണെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ഒരു വിഹിതം ഈ പറയുന്ന വിദേശ രാജ്യങ്ങളുടെ ഉണ്ട്, വിദേശത്തെ നല്ലവരായ മനുഷ്യരുടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് കോവിഡ് വന്നു, നമ്മുടെ ഇവിടെ ഓക്കി വന്നു, നമ്മുടെ ചൂരൽമലയിലെ മണ്ണിടിച്ചിൽ വന്നു, ഇവിടെയെല്ലാം വിദേശത്ത് നിന്ന് ഫണ്ടുകളില്ലേ? ഇവിടുത്തെ ഗവൺമെൻറ് CMൻ്റെ റിലീഫ് ഫണ്ടിലേക്ക് പോലും വന്നിട്ടില്ലേ? ഫണ്ടുകൾ വിദേശത്ത് ധാരാളം ഫണ്ടുകളുണ്ട്. അപ്പോൾ ഈ ഫണ്ടുകളിലൂടെ ഉണ്ടാകുന്ന എല്ലാ വികസനവും ഇതിലൂടെ തീരുക. ഇനി പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല പ്രശ്നം. ഈ അമെൻമെൻറ്റ് നടപ്പിലാക്കപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട്, വിഷമം, പ്രശ്നം ഈ ഫണ്ടിലൂടെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ വിദേശ നാണ്യ സ്വീകരിച്ചുകൊണ്ട്
സ്ഥാപിക്കപ്പെടുന്ന സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷനുകളും സ്ഥലങ്ങളും ഒക്കെ പിടിച്ചെടുക്കാനും അത് ഇല്ലാതാക്കാനും ആർക്ക് പറ്റും? ഗവൺമെൻറ് പറ്റും. അതിന് ഒന്നെങ്കിൽ FCRA അക്കൗണ്ട് ക്യാൻസലായാൽ മതി. അത് ക്യാൻസലാക്കാൻ എളുപ്പം. എനിക്കറിയാവുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന് 5 FCRA അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ 4 പുതുക്കി നൽകിയിട്ടില്ല, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഒത്തിരി സ്ഥാപനങ്ങളുള്ളതാണ്. ആ പുതുക്കി നൽകാത്ത 4 കീഴിൽ ആ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയിട്ടുള്ളതോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതോ നിർമ്മിച്ചതോ എന്തും ആർക്ക് പിടിച്ചെടുക്കാം? കേന്ദ്ര സർക്കാരിന് പിടിച്ചെടുക്കാം. അതൊരു അതോറിറ്റി എന്ന് പറഞ്ഞുള്ളൂ, ഡെസിഗ്നേറ്റിംഗ് അതോറിറ്റി. ആ ഡെസിഗ്നേറ്റിംഗ് അതോറിറ്റി ആരാന്ന് പോലും ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ഈ പറയുന്ന ഏതെങ്കിലും 2-3 RSകാരെയോ BJPക്കാരെയോ വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ സ്ഥാപനങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കാം. ഇത് വലിയൊരു ദോഷമാണ്. ഇതിന് അവർ പറയുന്നത് എന്താ? ഇത് ഒരിക്കലും ക്രൈസ്തവ സമൂഹത്തെ ദോഷകരമായി ബാധിക്കത്തില്ല. ഡിജോയ്ക്കറിയോ, ഇവിടെ മതപരിവർത്തന നിരോധന നിയമം വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് നിങ്ങൾ ക്രൈസ്തവ സമൂഹത്തെ ദോഷകരമായി ബാധിക്കില്ല. എത്ര പേര് ജയിലിലായി? ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന മുഴുവൻ ആളുകൾ, ഞാൻ പറയാം, മതപരിവർത്തന നിരോധന നിയമം ചുമത്തപ്പെട്ട് ഇന്ത്യയുടെ ഉള്ളിൽ ജയിലിൽ കിടക്കുന്ന ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെങ്കിലും കാണിച്ചാലും പറ്റുമോ? ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. ഇത് നാളെ നമ്മുടെ ഇവിടെയാണ്. ഇനി FCRA എങ്ങനെ? FCRAയുടെ പ്രശ്നം എന്താ? ഇത് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയോ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനോ എതിരായിട്ടുണ്ടെങ്കിൽ അപ്പം സംഭവം അങ്ങ് പോകും. ഇവിടെ ഏതെങ്കിലും ഒരു ദേശസുരക്ഷയാണ് പറയുന്നത്, ഏതെങ്കിലും ഒരാൾ എന്നെ ബലം പിടിച്ചാണ് മതം മാറ്റിയെന്ന് ആരോപിച്ച അത് ദേശസുരക്ഷ ഭാഗമായിട്ട് അതിന് വന്ന ഫണ്ട് ഇവിടുന്ന് ഈ FCRA കൂടെ വന്ന ഫണ്ടാ. അതങ്ങ് പിടിച്ചെടുക്കും, ആ സ്ഥാപനത്തെ അങ്ങോട്ട് കൊണ്ടുപോകും. എത്ര വലിയ സ്ഥാപനമാണെങ്കിലും, ഏത് സ്ഥാപനമാണെങ്കിലും അതിനകത്ത് പറയുന്നുണ്ട്, ഈ അമെന്റ്മെന്റിനകത്ത് പറയുന്ന ഒരു കാര്യം, കോടതി മുഖേന ചോദ്യം ചെയ്യാനും പറ്റും. അതായത് അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചോദ്യം ചെയ്യാം, പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചോദ്യം ചെയ്യാം. അത് മാത്രമല്ല, ഇവർ പറയുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ ചർച്ചകളുണ്ടെന്ന് വിചാരിച്ചു. ആരാധനാലയങ്ങൾ, ആ ആരാധനാലയങ്ങൾ പോലും ജനങ്ങൾക്ക് കൊടുക്കണം. ആരുടെ? ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി പറയുന്നതനുസരിച്ച് ഇതിനെ സൂക്ഷ്മമായി വീക്ഷിക്കാനും നിരീക്ഷിക്കാനും ഒരു അതോറിറ്റിയെ വെച്ചതിന് ശേഷം അവിടെ ആരാധനയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന ആരാധനാലയത്തിൽ പോയി നമ്മൾ ആരാധന നടത്തേണ്ട ഒരു അവസ്ഥ. അവർ പറയുന്ന സമയത്ത് അവർ പറയുന്ന നാളെ ബൈബിൾ കൊണ്ടു നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ? നാളെ നിങ്ങൾക്ക് ആരാധന വേണ്ടെന്ന് പറഞ്ഞാലോ? ഇപ്പോഴും ഇല്ല വടക്കേന്ത്യൻ പല ഗ്രാമങ്ങളും ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്ത, ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റാത്ത, ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റാത്ത, എന്തിനേറെ കന്യാസ്ത്രീകൾക്ക് മര്യാദയ്ക്ക് വേഷം ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ? ഇവിടുന്ന് അങ്ങ് പോകുമ്പോൾ തന്നെ അവർ ചുരിദാറിലേക്ക് മാറുക. സ്വന്തം സന്യാസ സമൂഹത്തിൻ്റെ വസ്ത്രം പോലും ഇട്ടുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തപ്പെട്ടു. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇത് FCRA. അത് നാളെ ചിലപ്പോൾ ഗുഡ്നസ് ടിവിയും ബാധിക്കും. തീർച്ചയായിട്ടും സ്ഥാപനങ്ങൾ എല്ലാവരെയും ബാധിക്കും. ഞാനൊരു ഇപ്പോൾ നമ്മൾ ഈ ഒരു വഖഫ് ആക്ടുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ചർച്ചയിൽ വന്നൊരു കാര്യം കൂടിയാണ്. അതായത് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഭൂമി അല്ലെങ്കിൽ സ്വത്ത്, അതിൻ്റെ ഒരു നമ്പറൊക്കെ പലരും പുറത്തുവിട്ടായിരുന്നു. അന്നൊരു പക്ഷേ നമ്മളാരും അത്തരത്തിൽ എല്ലാവരും വഖഫിനെതിരെ ശക്തമായി എതിർക്കുന്നതുകൊണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോയി. ഒരു പക്ഷേ ഭാരതത്തിൽ അത് വർഷങ്ങളായിട്ട് ഭാരതം ഇത്രത്തോളം പടുത്തുയർത്തിയത് ഈ പറയുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങളാണ്, ക്രൈസ്തവ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, ക്രൈസ്തവ മിഷണറിമാരാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഉയർത്തിയ ഇതെല്ലാം തിരിച്ച് സർക്കാരിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രൈസ്തവ സഭയ്ക്ക് ഇത്രമാത്രം സ്വത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് കണ്ണു തള്ളിയ സർക്കാർ ഒരു പക്ഷേ അത് തിരിച്ചെടുക്കുക എന്ന് തന്നെയല്ലേ ലക്ഷ്യം? തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ സംഘപരിവാർ ശക്തികൾക്ക് വൻ ലക്ഷ്യമുണ്ട്. കാരണം ഈ ഒരു പ്രചരണം തുടങ്ങിയിട്ട് അടുത്ത കാലത്തൊന്നുമല്ല. വഖഫുമായിട്ട് ബന്ധപ്പെട്ട അങ്ങ് മുനമ്പ് വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങ് ഒത്തിരി ചെയ്തപ്പോൾ ഇത് കേട്ടിട്ടുണ്ട്. ഇത് കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിയതാണ്. ഇതുകൊണ്ട് തന്നെയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഈ സംഘപരിവാരങ്ങൾ ചെന്നിട്ട് അവരോട് നിങ്ങൾ വിട്ടുപോ, നിങ്ങൾ സ്ഥാപനം ഉപേക്ഷിച്ചു പോ എന്നൊക്കെ പറയുന്നത്. പല സ്ഥാപനങ്ങളും തല്ലിപ്പൊളിക്കാനും അത് ഉപേക്ഷിക്കാനും അത് അവിടെയുള്ള പലരെ കൊണ്ട് നിസ്സാര വിലയ്ക്ക് വാങ്ങിപ്പിക്കാനും ഒക്കെ അവർ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതൊക്കെ അവിടെ ഇവിടെ ഓരോ രീതിയിൽ നടക്കുകയുള്ളൂ. പക്ഷെ സംഘടിതമായിട്ട് ഒരിക്കലും ക്രൈസ്തവ സമൂഹത്തിൻ്റെ വളർച്ചയെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം യഥാർത്ഥ മിഷൻ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ ആരുടെ കൂടെയാണെന്നറിയോ? ക്രൈസ്തവ സഭയുടെ കൂടെയാണ്. അത് ഏത് സഭാവിഭാഗമാണെന്നല്ല, യഥാർത്ഥ മിഷൻ ക്രിസ്തുവിനെ കൊടുക്കുന്ന എല്ലാ സ്ഥലത്തും ജനങ്ങൾക്ക് വിശ്വാസം. കാരണം എന്നാ? അവിടെ ഈക്വാലിറ്റി ഉണ്ട്. അവിടെ ചെല്ലുന്ന എല്ലാവർക്കും, ആശുപത്രി ചെല്ലുന്ന ഒരു മിഷൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന എല്ലാവർക്കും തുല്യമായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അവർ ഒന്നിച്ച് ഒരേ ബെഞ്ചിലിരുത്തി പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഒരേ ബെഞ്ചിലിരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, ഒരേ പന്തിയിലിരിക്കാം. ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും എന്ന് പറഞ്ഞാൽ അവരിന്നും ഒരു അടിമകളായിരുന്നവരാ.
ഞങ്ങൾ രാജാക്കന്മാരെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിന് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അവർക്കിതൊരു വലിയ അത്ഭുതമാണ്. ആ അത്ഭുതം ആരെ അസൂയപ്പെടുത്തുന്നു? ഈ പറയുന്ന ഭരണകൂടത്തെ അസ്വസ്ഥപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും. പിന്നെ സ്വത്ത്, ഈ ഭൂസ്വത്തുമായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്നാണ് ഇല്ലേ, റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിഫൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്ത് ക്രൈസ്തവരുടെ കയ്യിലാണെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പോലും പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഈ നീക്കം നടക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഡിജോ, വഖഫ് എടുത്തിട്ടുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഈ വഖഫ് നിയമം മുനമ്പ് വിഷയമായിട്ട് വന്ന സമയത്ത് ഞാൻ 1-2 വീഡിയോസ് ചെയ്തു. ഞാൻ അന്ന് ആ വീഡിയോയിലൊക്കെ ഞാൻ 3 വീഡിയോ ചെയ്തുള്ളൂ. ആ 3 വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ വിഷയം എന്ത് അമെൻമെൻറ്റ് നടത്തിയാലും തീരില്ല. മുനമ്പം വിഷയം തീരണമെങ്കിൽ, മുനമ്പം ജനതയുടെ വിഷയം തീരണമെങ്കിൽ അത് സിവിൽ റൈറ്റ് പ്രോപ്പർട്ടി ഇഷ്യൂ ആണ്, ഡോക്യുമെൻ്റൽ ഇഷ്യൂ ആണ്. അത് സുപ്രീം കോടതി വരെ കേസ് നടത്തി ഒരു ലോങ് പ്രോസസ്സിലൂടെ അത് നേടിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ബാക്കി നടത്തുന്നതൊക്കെ പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്. അത് പൊളിറ്റിക്കലായിട്ട് ഇവിടെ പലർക്കും BJPക്കും ഒക്കെ ക്ലച്ച് പിടിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ്. പല നേതാക്കന്മാരോട് പോയി കുടിതേട്ട് താമസിച്ച സമയം അത്. അതിനുശേഷം അമെൻമെൻറ്റ് കൊണ്ടുവന്നു, റൂൾസ് ഉണ്ടാക്കി. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഈ മുനമ്പം ജനതയ്ക്ക് അതിലൂടെ കിട്ടിയോ? ഇന്നും ആ ജനതയെ പറഞ്ഞ് പറ്റിക്കുക, ഇപ്പോഴും ആ ജനത പറ്റിക്കപ്പെടാം. ഇതേ പറ്റിക്കപ്പെടലാണ് ഈ നിയമം FCRAയിലും നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ഇപ്പം ഷോൺ ജോർജ് തന്നെ, ഞാൻ ഉദാഹരണം പറയാം. ഷോൺ ജോർജ് BJPയുടെ വൈസ് പ്രസിഡന്റ് ആണല്ലോ. അതുകൊണ്ട് ഷോൺ ജോർജ് ഇന്നലെ പാലായിൽ പത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, ഒരിക്കലും കത്തോലിക്ക സഭയ്ക്ക് ഒരു ദുരന്തം സംഭവിക്കില്ല, ഒരു അപകടം സംഭവിക്കില്ല, സഭയെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ടെന്ന്. അതേ സംരക്ഷണം ഏറ്റെടുത്തവരെ ഇന്നും മുനമ്പ ജനത തീർന്ന് ജീവിക്കുന്നത്. അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. ഇതേ സംരക്ഷണം പറഞ്ഞവര് ഒരു പാസ്റ്റർ ജയിലിൽ കിടക്കുന്നു, ഒരു അച്ഛൻ ജയിലിൽ കിടക്കുന്നു, സിസ്റ്റർമാർക്ക് റോട്ടിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഛത്തീസ്ഗഡിൽ ദേവാലയങ്ങൾ പൊളിക്കുന്നു. മണിപ്പൂരെ വിഷയം വിട്. തീർച്ചയായിട്ടും. അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ, BJPയുടെ കൂടെയുള്ള സ്ഥാനാർത്ഥികൾ ഈ വിഷയങ്ങൾക്ക് ഇനിയുള്ള നാളുകളിൽ ഉത്തരം പറയേണ്ടി വരും FCRA വിഷയത്തിൽ. കാരണം ഇന്ത്യയിലെ തന്നെ എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെയും പ്രത്യേകിച്ച് FCRA വഴി ഫണ്ട് സ്വീകരിച്ചു തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്വീകരിക്കുന്നതല്ല, മുൻപ് സ്വീകരിച്ചതായാലും മതി അല്ലേ? മുൻപ് സ്വീകരിച്ചതോ എന്തെങ്കിലും 1 രൂപയെങ്കിലും FCRA വഴി സ്വീകരിച്ച എല്ലാ സ്ഥാപനങ്ങളുടെയും കടക്കിൽ കോടാലി വെക്കുന്ന ഒരു നിയമമായിട്ട് FCRA കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ്. അവർ കൊണ്ടുവന്ന അവർ ഏത് വിധേനയായാലും, നേരത്തെ മറ്റേ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞാൽ ഏത് വിധേനയായാലും അവർ ലോക്സഭയിൽ അത് പാസ്സാക്കി എടുക്കും, അത് നിയമമാക്കി എടുക്കും. ഒരു കാര്യം കൂടെ അതുമായിട്ടേ ആളുകളുടെ സംശയം വരും, ഇത് തീവ്രവാദത്തിനെതിരാണെങ്കിൽ നിങ്ങൾ എന്തിനാ എതിർക്കുന്നത്? തീവ്രവാദത്തിനെതിരെയാണ് ഈ തീവ്രവാദത്തിന് വേണ്ടി ഫണ്ട് വരുന്നെങ്കിൽ ഈ ഫണ്ട് എവിടുന്ന് FCRA അക്കൗണ്ട് ഉള്ളവരുടെ അക്കൗണ്ടിലൂടെ 1 രൂപ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കറിയില്ലേ? ഇത് ഗവൺമെൻറ് അറിയാതെ 1 രൂപ പുറത്തു വരില്ല. FCRA അക്കൗണ്ട് കൃത്യമായിട്ട് ഡൽഹി ബേസ് ചെയ്ത് SB അക്കൗണ്ടിലൂടെ മാത്രമേ ഈ സാധനം പുറത്തു വരുള്ളൂ. അതിന് കൃത്യമായ ചാനലുണ്ട്. ആ ചാനലിലൂടെ വരുന്ന ഫണ്ട് എവിടെ പോകുന്നു, എങ്ങനെ വരുന്നു, എങ്ങോട്ട് പോകുന്നു ഇവിടുത്തെ ഗവൺമെൻറ് കൃത്യമായിട്ട് അറിയാം അല്ലേ? ഭാരതത്തിൽ നടന്നിട്ടുള്ള ഈ കഴിഞ്ഞ 12 വർഷം എടുത്ത് നടന്നിട്ടുള്ള ഈ പറഞ്ഞ തീവ്രവാദ ആക്രമണങ്ങൾക്ക് നടത്തൽ ഏത് FCRA അക്കൗണ്ടാണ് അവർ പിടിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. ഇപ്പം എത്ര തീവ്രവാദ ആക്രമണം നടന്നിട്ട് അത്തരത്തിൽ നടക്കുന്നില്ല. പക്ഷേ ക്രൈസ്തവ സ്ഥാപനങ്ങൾ എത്രയോ FCRAകളാണ് അവർ ഫ്രീസ് ചെയ്ത് പോരുന്നത്, അല്ലെങ്കിൽ നിർത്തി പോരുന്നത് പലപ്പോഴും. ആയിരക്കണക്കിന് പിള്ളേരെ സംരക്ഷിക്കുന്ന മദർ തെരേസ സിസ്റ്റേഴ്സിന്റെ FCRA അടക്കം ഇപ്പോഴും പുതുക്കി കൊടുക്കാത്തതുകൊണ്ട് എന്ത് തീവ്രവാദ പ്രവർത്തനമാണ് നടക്കുന്നത്? അവരെന്തേരെ പേരെ മതം മാറ്റുന്നത്? അവർ മതം മാറ്റിയതുകൊണ്ട് നോർത്ത് ഇന്ത്യ മുഴുവൻ ഇപ്പോൾ ക്രിസ്ത്യാനികളാണല്ലോ. ഒരു ഭീകരമായ അവസ്ഥ. ഇതിന് ഉത്തരം കൊടുക്കാൻ ഈ പറയുന്ന BJPയുടെ ക്രൈസ്തവ നാമധാരികളെ ആർക്കും പറ്റിയല്ല. അല്ല, ഇനി അത് ചെയ്യേണ്ടി വരും, ഉത്തരം കൊടുക്കേണ്ടി വരും. ഒപ്പം അതായത് ക്രൈസ്തവ സഭ അല്ലെങ്കിൽ ക്രിസ്തു മതമാണ് യഥാർത്ഥ ക്രിസ്തു സഭ അല്ലെങ്കിൽ യഥാർത്ഥ സഭ അല്ലെങ്കിൽ ഏക സത്യമതം. പലപ്പോഴും വിശ്വാസം നമ്മൾ ഏറ്റുപറയുമ്പോൾ ഏക സത്യ ദൈവം എന്ന് ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ സഭയെ, നമ്മുടെ മതത്തെ നമ്മൾ ഏക സത്യമതം അല്ലെങ്കിൽ ഏക സത്യ ദൈവം എന്ന് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ അത് പറഞ്ഞാൽ ജയിലിലായിരിക്കും. കാരണം ഒരു വൈദികൻ, മലയാളി വൈദികനാണെന്ന് തോന്നുന്നു അല്ലേ, ഒരു വൈദികൻ നിലവിൽ ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹം പഠിപ്പിച്ചത് ക്രിസ്തുമതം ഏക സത്യമതം എന്നാണ്. ഭാരതത്തിൽ എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതം സത്യമതം എന്ന് പറയാനുള്ള അവകാശമുണ്ട്. അതും പള്ളിയിലെ പ്രസംഗത്തിൽ സഭയ്ക്കുണ്ട്, നമുക്കുണ്ട്. നമ്മുടെ വിശ്വാസം നമ്മൾ എവിടെയും ഏറ്റുപറയുന്നതാണ് ഓരോ ക്രൈസ്തവൻ്റെയും വിജയം എന്ന് പറയുന്നത്. ബൈബിൾ ഈശോ തന്നെ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെയാണ് പറയുന്നുള്ളൂ. പക്ഷേ അതുപോലും
ജനറലൈസ് ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ പറയാൻ പാടില്ല. എൻ്റെ മതവും നിങ്ങളുടെ മതമൊക്കെ സത്യമതം, എനിക്ക് ഒന്നാം പ്രമാണത്തിന് ലംഘനമായിട്ട് തന്നെ വരും. അത്തരത്തിലേക്ക് ഭാരതം പോകുന്നൊരവസ്ഥ. ഇപ്പോൾ ഒരു വൈദികൻ ജയിലിൽ കിടക്കാം, ആ വൈദികന് കോടതി പോലും ജാമ്യം അനുവദിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ സാധിക്കില്ലെന്ന് പറയുന്നത് എല്ലാ മതത്തിലും. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ പള്ളികളിൽ നമ്മുടെ വിശ്വാസ പ്രമാണം മാറ്റി എഴുതേണ്ടി വരുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതെല്ലാം നടക്കുന്നത് ഒരു BJP ഭരിക്കുന്ന അല്ലെങ്കിൽ NDA മുന്നണിയിലാണ്. ഈ NDA മുന്നണി ഇവിടെ കേരളത്തിൽ ഇത്രമാത്രം വികസനം അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ വികസനം എന്ന രീതിയിൽ വരുമ്പോൾ ഇനി നമ്മൾ ചിന്തിക്കണം. ഈ ഇതിപ്പോൾ നോർത്ത് ഇന്ത്യയിലെ പല വിഷയങ്ങളും പറയും, ഇത് നാളെ ഇനി കേരളത്തിൽ സംഭവിക്കാം. ഇന്നൊരു MLA പോലും അവർക്ക് ഈ ഒരു കേരള നിയമസഭയിൽ ഇല്ല. എന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നാളെ എത്ര MLA വരെ വെച്ച് വരുമ്പോൾ ഇനി എന്തൊക്കെ കേരളത്തിൽ നമുക്ക് നിഷേധിക്കപ്പെടാം, പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് നിഷേധിക്കപ്പെടാം. ഇത് ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രൈസ്തവ സ്ഥാനാർത്ഥികളോട് ചോദിക്കേണ്ടിയിരിക്കും, അല്ലെങ്കിൽ അവർ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. FCR വിഷയം, തന്നെ ഈ ഏക സത്യ മതം എന്ന രീതിയിലേക്ക് പോലും ഉച്ചരിക്കാനാവാത്ത രീതിയിലേക്ക് ഭാരതത്തിൻ്റെ അവസ്ഥ പോകുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഈ FCR എന്തായാലും ഇന്നിപ്പോൾ ആൻഡ്രൂസ് താഴത്ത് പിതാവും പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യും. ഇനി ഒരു കാര്യം നോക്കേണ്ടത്, ഇപ്പോൾ ഇന്ധനവില പിടിച്ചു നിർത്തിയതുപോലെ FCRയും കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ പിടിച്ചു നിർത്തുമോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം, ചർച്ചയിലേക്ക് വരാത്ത രീതിയിൽ. കാരണം ഇത്രമാത്രം ഇപ്പൊ അത് ഒരാഴ്ചയും കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞു. പിന്നെ ഈ അതിന്റെ ഇന്ധനവിലയും കൂടും. അതെ, അത്തരത്തിൽ ഇന്ധനവില പിടിച്ചു നിർത്തിയതുപോലെ ഈ ഒരു FCRയും പിടിച്ചു നിർത്തുമോ എന്നുള്ളത് നോക്കണം. എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ ഒരു NDA സർക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു കാര്യമുണ്ട്. ഒപ്പം പറഞ്ഞോ, ഈ RSSനെയും BJP ഒക്കെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ NDA മുന്നണി മൊത്തം പറയേണ്ട, RSSും BJP ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴേ അവർക്ക് പൊതുവെ ക്രിസ്തു ഉള്ള ഇവാഞ്ചലിക്കൽ ചർച്ചസിനെയാണ് അവർക്ക് ഭയം. ആ ഇവാഞ്ചലിക്കൽ ചർച്ചസിനെ അവർ ദേശീയ ശത്രുക്കളായിട്ട് കാണും, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ശത്രുവായിട്ട് കാണുന്നു. ക്രിസ്തു ഉള്ള ഇവാഞ്ചലിക്കൽ ചർച്ചസ്, സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രഘോഷിക്കുന്ന ജീവനുള്ള സഭകളെ, അത് അവരുപയോഗിക്കുന്ന വാക്ക് അങ്ങനെയാണ്, ഇവാഞ്ചലിക്കൽ ചർച്ചസ്. ഇനി അവർക്കൊട്ടും ഭയമില്ലാത്ത ഒരു വിഭാഗമുണ്ട്, ക്രിസ്തു കൂടെ ജീവിക്കാത്ത ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചർച്ചസ് ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചർച്ചസിൻ്റെ തോളത്ത് അവർ കൈയിട്ട് നടക്കുന്നത്, അവർക്ക് പോകാൻ മടിയില്ല. അതുകൊണ്ട് ആ സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചും അതുപോലെ തന്നെ പല നേട്ടങ്ങൾക്കുമായിട്ട് ക്രിസ്ത്യൻ നാമധാരികൾ പലരും ഈ പറയുന്ന തീവ്ര വർഗീയതയുടെ ഒപ്പം ചേരുന്നത്. ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കാനാണെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴൊരു ഭീകരവാദത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അതൊരിക്കലും ഭൂഷണമല്ല. കാരണം ഇന്നലെ നമ്മുടെ ലിയോ മാപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് സുവിശേഷം മുറുകെ പിടിച്ച് ഒരിക്കലും യുദ്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് സുവിശേഷം അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ, ക്രിസ്തുവിശ്വാസിയാണെങ്കിൽ എനിക്കൊരിക്കലും എൻ്റെ ശത്രു ഇല്ലാതാകാൻ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റില്ല. ആ ശത്രുവിനെ മാനസാന്തരത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അതിന് പകരം ഇവിടെ ശത്രുവിനെ ഇല്ലാതാക്കാൻ, എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ പറഞ്ഞു നടക്കുന്ന, കുന്തമെടുത്തോ വാളെടുത്തോ ശൂലമെടുത്തോ ബോംബിട്ടോ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കൂടെ കൂടുന്നത് തന്നെ ഈ പറയുന്ന ക്രിസ്തു കൂടെ ഇല്ലാത്തതിൻ്റെ ലക്ഷണം. അപ്പോൾ അത് അവർ മുതലാക്കുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞ ഈ ഒരു വിഷയങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭാരതത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നതാണ് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം. അവരത് പറഞ്ഞിട്ടുണ്ട്, പലവട്ടം ആവർത്തിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം കൂടിയാണ്. അത് BJPയുടെ ആയിരുന്നു ഇത്ര നാൾ. പക്ഷെ നമ്മളിപ്പോൾ വീണ്ടും നമ്മുടെ കേരളത്തിലേക്ക് ഈ ഒരു ഇലക്ഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രഖ്യാപിത ലക്ഷ്യം, അതായത് BJPയുടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യം, അത് LDFും അത്തരത്തിൽ കോൺഗ്രസ് മുക്ത കേരളം എന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതായിട്ട്, അത് കോൺഗ്രസ് അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് അടവ് പോലെ പറയുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഒന്ന് വളച്ചൊടിച്ച് നമ്മൾ നോക്കുമ്പോൾ അത്തരത്തിലില്ലേ? എന്താ തോന്നുന്നേ? ഡിജു സർ പറഞ്ഞ മാതിരി BJPയുടെ ലക്ഷ്യം കോൺഗ്രസ് വിമുക്ത കേരളമാണെങ്കിൽ LDFിൻ്റെ ലക്ഷ്യം അത് തന്നെയാണോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് പ്രമാണിച്ചാണ് ഈ BJP LDF ഡീൽ എന്ന് പറയുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ പറയാനുള്ളൊരു കാര്യമാണ്, ഈ സാർ പറഞ്ഞിരുന്നു EDൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എത്ര അധികം കേസുകൾ, EDൻ്റെ കേസുകൾ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ നിലവിലുണ്ടെന്നറിയോ? ഹാവ്ലിൻ്റെ കേസുണ്ട്, സ്വപ്ന സുരേഷിൻ്റെ കേസുണ്ട്. ഈ കേസുകളൊക്കെ നിലവിലുള്ളപ്പോഴും ഇതുവരെ
ED മുഖ്യമന്ത്രിക്കെതിരെ തുടർ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് BJP CPIM ഒരുമിച്ച് സഖ്യം കൂടി കോൺഗ്രസ് വിമുക്ത കേരളം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ളൊരു കാര്യം കൂടി നിലവിൽ തീർച്ചയായിട്ടും സാധിക്കും. ഞാനിതൊരു ഒരു കാര്യം കൂടി ഇപ്പോൾ ഞാൻ ചോദിക്കാൻ വേണ്ടി വെച്ചാൽ, കാരണം ഇപ്പോൾ പലപ്പോഴും പറയുന്നുണ്ട് മോദിക്കെതിരെ പിണറായി വിജയൻ ഒന്നും പറയുന്നില്ല, അവർ പരസ്പരം മത്സരിക്കുന്നുണ്ടെങ്കിലും പരസ്പര ബഹുമാനത്തോടെ മത്സരിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. മോദി അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ മോദിക്കെതിരെ ഒന്നും പിണറായി വിജയൻ പറയുന്നില്ല. അത് ഒരു തരത്തിൽ വേണമെങ്കിൽ ഇപ്പോൾ പറയുന്നവർക്ക് അങ്ങനെ പറയാം, ഡീല് കൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റൊരു വശം നോക്കാം, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ് ആണ്, BJP ചിത്രത്തിലില്ല, അതുകൊണ്ട് പിന്നെ മോദിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ട എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. എന്തുകൊണ്ട് പിണറായി വിജയൻ മോദിയെ പറയുന്നില്ല? പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയെ, അല്ലേ, അദ്ദേഹം, അതായത് കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഒരു നേതാവ്, കേരളത്തിൽ ഒരു രാഷ്ട്രീയ നിലവാരമില്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവിൻ്റെ അത്രം പോലും വിവരമില്ലാത്ത ഒരു നേതാവെന്ന് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ ഒരു ഛേദം എന്തുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അറിയാം. അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഒരു കോൺഗ്രസ് അനുഭാവി, അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികൾക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ ലോകം മുഴുവനും, പ്രത്യേകിച്ച് അദ്ദേഹം ഒരുപാട് യൂത്തായിട്ടും കുട്ടികളൊക്കെ ആയിട്ടൊക്കെ ഇടപെടുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു നേതാവ്, അദ്ദേഹം ആരെയും കൊന്നിട്ടില്ല, അദ്ദേഹം ആരെയും പരനാറി എന്ന് വിളിച്ചിട്ടില്ല, അദ്ദേഹം ആരെയും നികൃഷ്ടജീവി എന്ന് വിളിച്ചിട്ടില്ല, വർഗവഞ്ചകൻ എന്ന് വിളിച്ചിട്ടില്ല, ഒരു രാഷ്ട്രീയ എതിരാളിയെ പോലും അദ്ദേഹം അങ്ങനെ വിളിച്ചിട്ടില്ല. നമ്മളത് കാണണം. അദ്ദേഹം ജനങ്ങളുടെ, അതായത് ഈ ഇവിടുത്തെ ഇന്ത്യയുടെ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് ഇന്ത്യ മുഴുവൻ സന്ദർശിച്ച ഒരു കുരിശു പോലെ 3 സൈഡിലേക്കും അദ്ദേഹം സന്ദർശനം നടത്തിയാണ്, നടന്ന് സന്ദർശനം നടത്തിയാണ്. ഇന്ന് ഏത് നേതാവുണ്ട് ഇതേപോലെ നടന്ന് ഇന്ത്യയിലെ എല്ലാ പാവപ്പെട്ടവരുടെ ഇടയിൽ സന്ദർശിക്കാൻ പറ്റുന്ന ഏത് നേതാവുണ്ട്? ഒപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അദ്ദേഹത്തിൻ്റെ 14ാമത്തെ ചെറുപ്രായത്തിൽ സ്വന്തം അപ്പനെ നഷ്ടപ്പെട്ടു, സ്വന്തം മുത്തശ്ശിയെ നഷ്ടപ്പെട്ടു. വളരെ ചെറുപ്രായത്തിൽ സ്വന്തം അപ്പനെയും മുത്തശ്ശിയെയും നഷ്ടപ്പെട്ടാണ്. അത് നെഹ്റു കുടുംബത്തിന് വേണ്ടി ബലി കൊടുത്തതല്ല, നെഹ്റു കുടുംബം പോയപ്പോൾ ആക്സിഡൻറ്റിൽ മരിച്ചതല്ല. ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി സ്വന്തം കുടുംബങ്ങളെ 2 പേരെ ബലി കൊടുത്ത ഒരു നേതാവാണ്, അല്ലേ അദ്ദേഹം. എനിക്ക് എപ്പോഴും ചിന്തിക്കുന്ന, അദ്ദേഹം ഒരു വ്യക്തി, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നികൃഷ്ടജീവിയെന്നോ പരനാറിയെന്നോ ചെറ്റയെന്നോ ഒന്നും വിളിച്ചില്ല. പക്ഷേ ലോക്സഭയിൽ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ലോക്സഭയിൽ മോദിക്കെതിരെ മോദി എന്ന പ്രധാനമന്ത്രിക്ക് അദ്ദേഹം ആഞ്ഞടിച്ചത്. അതിനുശേഷം അദ്ദേഹം ചെയ്തത്, പലരും അതിനെ അദ്ദേഹം കളിയാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ കുറ്റം പറഞ്ഞിട്ട് എന്തിനെ പോയി കെട്ടിപ്പിടിച്ചേ? ആലിംഗനം ചെയ്തത് ഓർക്കണ്ടോ? അദ്ദേഹം മോദി എന്ന പ്രധാനമന്ത്രിക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു. അതേസമയം മോദി എന്ന വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. ഓരോരുത്തരും, അതായത് വ്യക്തികളെ അദ്ദേഹം എന്താ പറയുക, കൊല്ലാനോ 52 വെട്ടി കൊന്നിട്ടില്ല. ഇത്തരത്തിൽ കൊല്ലാതും കാര്യം ചെയ്യും. പക്ഷേ അവരുടെ എന്താ പറയുക, രാഷ്ട്രീയത്തിനെതിരെ അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾക്കെതിരെ അദ്ദേഹം ശബ്ദിക്കുമ്പോഴും വ്യക്തിയെ സ്നേഹിക്കുന്ന അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഇത്തരത്തിൽ വളരെ മോശമായി അധിക്ഷേപിക്കാൻ എങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു? ഒരു പക്ഷേ ഡീല് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങനെ, കാരണം കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് ഇപ്പോഴും നമ്മളൊരു പോളിംഗ് കിട്ടുന്ന നോക്കിയേക്ക്, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ആര് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70% മേലുള്ള ആൾക്കാർ രാഹുൽ ഗാന്ധിയുടെ പേരുള്ളൂ. രാഹുൽ ഗാന്ധി ഇട്ടോ, മോദി ഇട്ടോ, വേറൊരാളുടെ പേരും കൂടി ഇട്ടോ, ഈ 3 പേര് തിരഞ്ഞെടുത്താലും 70% പേര് കേരളത്തിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധി എന്ന് പറയുള്ളൂ. അതേ രാഹുൽ ഗാന്ധിനെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. കേരളത്തിന് പുറത്ത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക്, CPM-നോ CPI-ക്കോ പാർട്ടിക്ക് ഈ രാഹുൽ ഗാന്ധിയുടെ പിക്ചർ വയ്ക്കാണ്ട് ഒരു വോട്ട് കിട്ടും. ആൾക്കാരുടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചാൽ മാത്രമാണ് ഇവർക്ക് വോട്ട് കിട്ടുള്ളൂ. അപ്പം അത്തരത്തിൽ ഇത്രയ്ക്കും എന്താ പറയുക, തരം താഴ്ന്ന ഒരു മുഖ്യമന്ത്രി പറയണമെങ്കിൽ എത്രത്തോളം ഈ ഡീലിൻ്റെ ഒരു പവർ ഉണ്ടെന്നാണ്. അതാണ് ആൻലിയും പറഞ്ഞതിൻ്റെ ബാക്കിയാണത്. അതായത് ഈ മറ്റേ ലാവ്ലിൻ കേസ് സുപ്രീം കോടതി വന്നിട്ട് എത്ര വർഷമായി? എന്തുമാത്രം പോസ്റ്റിങ് നടക്കുന്നു. ഇങ്ങനെ വരുന്നു, ആരും ഹാജരാകില്ല, സെൻട്രൽ ഗവൺമെൻറ് വക്കീൽ ഹാജരാവില്ല, ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡീലിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ അവിടെയാണ് കിടക്കുന്നത്. ഇനി രണ്ടാമത്തത്, CPM-ഉം BJP-യും ഒരേപോലെ ആക്രമിക്കുന്ന ആരെയാണ്? കോൺഗ്രസിനെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം എന്താണ് നമ്മൾ പറയില്ലേ, മാങ്ങയുള്ള മാവിനെ കല്ലെറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ എന്തോ അവിടെയുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ വേറെ ഈ നെഹ്റു കുടുംബത്തിലേക്കോ രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയിലേക്കോ ഒന്നും പോകണ്ട. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മുഴുവൻ ജനത്തിനും വേണ്ടിയിട്ടും വോട്ട് ചോരി ആരോപണമായിട്ട് നടത്തിയ 2-3 പത്രസമ്മേളനം എടുത്താൽ മതി. ഇത് ഇന്നിങ്ങനെ ചെയ്യാൻ ഇന്ത്യയിൽ കപ്പാസിറ്റിയുള്ള വേറെ ഏതെങ്കിലും ഒരു നേതാവുണ്ടോ? തീർച്ചയായിട്ടും. പക്ഷെ ജനങ്ങളത്
ഉൾക്കൊണ്ടില്ല. അതല്ലെങ്കിൽ അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷനെതിരെ ഇത്ര കൃത്യമായിട്ട്, കാരണം ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം നടത്തിയിട്ട് വെള്ളം കുടിച്ചാണ്. ഒരു ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയാൻ പറ്റാണ്ട് വിഷമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. അത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷനെ വരെ മുൾമുന്നിൽ നിർത്തിയതാണ് കൃത്യമായിട്ട് അദ്ദേഹം കണക്കിലെടുത്ത രാഹുൽ ഗാന്ധിയെ. ആ രാഹുൽ ഗാന്ധിയാണ് പ്രാദേശിക നേതാവിന് വിവരമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതാ പറഞ്ഞു, ഇത് രണ്ടും ഉണ്ടല്ലോ, ഇവർ രണ്ടും അറ്റാക്ക് ചെയ്യുന്നത് ആരെയാണ്? ഈ പറയുന്ന കോൺഗ്രസിനെയാണ്. ആ കോൺഗ്രസിനെ ആക്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആർക്കിട്ട് കൊടുത്തത്? രാഹുൽ ഗാന്ധിക്കിട്ട് കൊടുത്തത്. ഇനി നമ്മുടെ കൊടകര കുഴപ്പമുള്ള കേസ് എടുത്തേ, BJP കഴിഞ്ഞ ഇലക്ഷൻ്റെ, കഴിഞ്ഞ 2021 ഇലക്ഷൻ്റെ സമയത്താണ് സംഭവം അല്ലേ? സംഭവം. അതിനകത്ത് മുന്നോട്ട് എന്തെങ്കിലും പോയോ? ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഡീല് ഇങ്ങനെ പോവാണ്, കുറേ ഉണ്ട്. ഇതൊക്കെയാണ് ഡീലുകൾ. അല്ലാതെ ഇലക്ഷന് ഇന്നയാളെ ജയിപ്പിക്കാൻ തോൽപ്പിക്കാൻ എന്നുള്ളതിനേക്കാളും വലിയ ഡീലുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേരും കൂടെ ഡീൽ ഉറപ്പിച്ചേക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനെ ഈ രാജ്യത്ത് നിന്ന് പറിക്കാനുള്ള അവസാനത്തിന് ഈ കേരളത്തിനും കൂടെ ഉള്ളൂ. അതും കൂടി അങ്ങ് പറിച്ചു കളഞ്ഞാൽ കഴിഞ്ഞു. തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തോടെ രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ചാക്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇനി CM പറഞ്ഞതിലേക്ക്, CMന് പറയാൻ ഇപ്പോൾ വേറൊരു വിഷയവുമില്ല. കാരണം യഥാർത്ഥത്തിൽ ഇവിടെ വികസനം ചർച്ച ചെയ്യാൻ കേരളത്തിന് ഈ പറയുന്ന മുഖ്യമന്ത്രി പോലും തയ്യാറാകുന്നില്ല. യഥാർത്ഥ ജനങ്ങളുടെ വിഷയത്തിലേക്ക് ഇല്ലാത്തപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ ഇത്തരത്തിലുള്ള വ്യാജമായ ചില ഡയലോഗുകൾ വിട്ട് എന്തോ ആണെന്ന് ഭാവിക്കാനുള്ള ഒരു നീക്കം മാത്രമേ നടത്തുന്നു. ഇപ്പോൾ രാഹുൽ ഇന്ന് രാവിലെ വന്നു ചാടി കേരളത്തിൽ. രാഹുൽ വന്നതിന് ശേഷമുള്ള ഇടപെടലുകൾ നോക്ക്. മോഡി വന്നപ്പം 20 മീറ്റർ, 30 മീറ്റർ, 40 മീറ്റർ, 50 മീറ്റർ, 100 മീറ്റർ, പണ്ട് ആരോ വരമ്പിൽ കൂടെ റൂട്ടിൽ കൂടെ നടന്നു വരുമ്പോൾ വരമ്പിനപ്പുറം പോയി നിൽക്കണം എന്ന് പറയുന്ന പോലെ ജനങ്ങൾ പോയി നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. അതേസമയം രാഹുൽ വരുമ്പോൾ എങ്ങനെയാണ്? രാഹുൽ വരുമ്പോൾ ചേർന്ന് ജനങ്ങൾ നടക്കുക. സ്വന്തം ചേട്ടനെ പോലെ, സ്വന്തം അപ്പനെ പോലെ ഈ ജനത്തെ കൊണ്ടുനടക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. എന്ത് സ്വപ്നമാണ്? ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വപ്നം കണ്ട ഒരു ഇന്ത്യ, പട്ടിണിപ്പാവങ്ങളുടെ, ദരിദ്രരുടെ ഇന്ത്യ, കർഷകരുടെ ഇന്ത്യ, അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഇന്ന് കോർപ്പറേറ്റുകളാണ് ഇന്ത്യ ഭരിക്കുന്നത്, കോർപ്പറേറ്റുകളാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസന പദ്ധതി നടത്തുന്ന ആരാന്നറിയോ? ഗവൺമെന്റ് ഒന്നുമല്ല, ഊരാളുകല. അവന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സംസ്ഥാനത്ത് വിട്ടുകൊടുത്തേക്കുക. ഏതെടുത്തോ? അയ്യപ്പ സംഗമം നടത്തി. ആരായിരുന്നു ടെൻഡർ? അവരായിരുന്നു ടെൻഡർ. ഇനി ലോക കേരള സഭ എടുത്തു, അവിടെ ആരാ ടെൻഡർ? ഇവരാ. ഏത് പരിപാടി എടുത്തു? ആർക്ക് വേണ്ടി ഭരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളൊന്നാണ് ആര്? ഊരാളുങ്കൽ സൊസൈറ്റി. അപ്പോൾ അവർക്ക് വേണ്ടി ഭരിക്കുന്നു. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കർഷകർക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സ്വപ്നം ഞാൻ മനസ്സിലാക്കുന്നത്, രാഹുൽ ഗാന്ധി പഠിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ആ കർഷകരുടെ ഇന്ത്യ, പാവപ്പെട്ടവരുടെ ഇന്ത്യ, ഇവിടുത്തെ വിദ്യാഭ്യാസമുള്ള തലമുറ ഭരിക്കുന്ന അടുത്ത ഇന്ത്യ, അതായത് ഈ കള്ളന്മാരും കൊള്ളക്കാരുമായ രാഷ്ട്രീയക്കാരെ അടക്കം പറിച്ചു കളഞ്ഞ് നല്ല വിദ്യാഭ്യാസമുള്ള, ജനത്തെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, നല്ല മനുഷ്യർ ഈ രാജ്യത്തെ ഭരിക്കണം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷെ അതിനൊക്കെ അടിയെ പറിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും പങ്കുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നത്. അല്ല, അത് കറക്റ്റാണ്. കാരണം ഈ പാവപ്പെട്ടവൻ്റെ ഒപ്പമോ കർഷകരുടെ ഒപ്പമോ ആരോരും ഇല്ലാത്തവരൊപ്പം നിന്നിട്ട് ഒന്നും കിട്ടാനില്ല. ഇവിടെ ഈ ഒരു കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം NDA എങ്ങനെയാണ് 2014 ഭരണത്തിൽ വന്നതെന്നുള്ളത്. അവർ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിച്ചു, കോർപ്പറേറ്റുകൾ ഉപയോഗിച്ചു, പുതിയൊരു എന്താ പറയുക, ഒരു ഇലക്ഷൻ്റെ വേറൊരു മുഖം അവർ കൊണ്ടുവന്നു. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒരു ഇലക്ഷൻ കണ്ടിരുന്ന ഒരു ഒരു കാഴ്ചയല്ല മോദി വന്നപ്പോൾ ജനങ്ങൾ കണ്ടത്. ആ ഒരു ഇപ്പോൾ അവസാന നിമിഷമാണ് വളരെ കുറഞ്ഞത്. പക്ഷെ അപ്പോഴും അവർക്ക് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സിന് ഇത് പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കേരളത്തിലും ഇപ്പോൾ അതേപോലെ ഈ പറഞ്ഞ പോലെ പാവങ്ങളുടെ സർക്കാർ അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിൻ്റെ സർക്കാർ ഇന്ന് കോർപ്പറേറ്റുകളെ കാരണം എന്നാലാണ് ഈ പറഞ്ഞ മാറുന്ന ലോകത്ത് ഇപ്പോൾ ഭരണം പിടിക്കാൻ. പാവപ്പെട്ടവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്നും പാവപ്പെട്ടവനായിട്ട് നിൽക്കും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മറ്റേ പിണറായി വിജയൻ പറയേണ്ട അങ്ങനെയായിരുന്നു. രാഹുൽ ഗാന്ധി ബോധമില്ല. കാരണം അദ്ദേഹം പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുന്നു, ഈ പറഞ്ഞ പോലെ കർഷകരുടെ ഒപ്പം നിൽക്കുന്നു, ആരോരും ഇല്ലാത്തവരൊപ്പം നിൽക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു രാഷ്ട്രീയ ബോധമില്ലാണ്ട് നിൽക്കുന്നു. ഭരണം പിടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നായിരുന്നു പറഞ്ഞു കൊടുക്കേണ്ടത്. എനിക്കും അങ്ങനെ തോന്നുന്നത്. പക്ഷേ നമുക്ക് അവസാനിപ്പിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഈ നമ്മൾ കേന്ദ്രം ഭരിക്കുന്ന BJP NDA ഒപ്പം തന്നെ കേരളം ഭരിക്കുന്ന LDF ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളും ചർച്ച ചെയ്തു. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാൻ പോകുന്ന അല്ലെങ്കിൽ ചർച്ചയാവേണ്ട പല വിഷയങ്ങളും. പക്ഷേ പലപ്പോഴും ഈ രണ്ട് സ്ഥലത്തും ഭരണത്തിലില്ലാത്ത കോൺഗ്രസ് അവരെ സംബന്ധിച്ചിടത്തോളം ജനദ്രോഹം നിലവിലൊന്നും ചെയ്യാനായിട്ടില്ല. കാരണം രണ്ട് സ്ഥലത്തും ഭരണമില്ല. അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ അവരിലേക്ക് അധികം രണ്ട് സ്ഥലത്തും ഭരണമില്ലാണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഈ ഒരു കോൺഗ്രസ്
അത് വേറൊരു മോശമായ അവസ്ഥയിലൂടെ ഭരണം വിട്ട് കളയേണ്ട ഒരവസ്ഥയിലേക്ക് നിലവിൽ പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യ സമയങ്ങളിൽ ശരിക്കും ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥി നിർണ്ണയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞു. പക്ഷേ ജനങ്ങൾ പക്ഷേ ഇപ്പോഴും ഈ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. വേറെ പല വിഷയങ്ങൾ വരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല, അതിനുള്ളിൽ തന്നെ ആരായിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? കോൺഗ്രസിൻ്റെ തന്നെ പ്രധാന നേതാക്കൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. എന്താണ് അവരുടെ ഉള്ളിലെ ആ ഒരു ചേതാവര? അതായത് ഈ ഒരു സമയം ഞങ്ങളെ തന്നെ പുറത്താക്കാനായിട്ടല്ല, രണ്ട് പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നു, ഡീലുണ്ടെന്ന് അവർ പറയുന്നു, എങ്കിൽ ഞങ്ങളൊന്നും ഒരുമിച്ച് നിൽക്കണ്ടേ? അത് അവർക്ക് മനസ്സിലാവുന്നില്ല ടീച്ചോ. അതെന്തുകൊണ്ടുണ്ടാവുന്നില്ല? അവരുടെ വിചാരം ജനങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെയാ. ഇപ്പൊ അതിനെന്താ, ഇപ്പം ഒരു വലിയ റാലി നടത്തി, ജനങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെയാ. പക്ഷെ മാറി നിന്ന് ഇതിനെ കാണുന്ന ജനങ്ങള് എത്രയുണ്ടെന്ന് കൂടെ നടക്കുന്ന ജനങ്ങളല്ലല്ലോ വോട്ടിൽ വിജയിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയും ടി വിയിലൂടെയൊക്കെ ഇതൊക്കെ വീക്ഷിക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട്. അവരുടെ വോട്ടാണ് ഏത് നേതാവിനെ വിജയിപ്പിക്കുന്നത്. കൂടെ നടക്കാൻ കുറേ അനുഭാവികളുണ്ടാവും. അതിപ്പോൾ LDF ഉണ്ടാവും, BJP ഉണ്ടാവും, UDF ഉണ്ടാവും, ഒരുപാട് ഉണ്ടാവും. പക്ഷേ അവരൊന്നല്ല വോട്ടിങ്ങിൽ വിജയിപ്പിക്കുന്നത്. അവരൊക്കെ അതത് പാർട്ടികളുടെ വോട്ടുകളാണ്. പക്ഷേ വിജയിപ്പിക്കുന്ന കുറച്ച് നിഷ്പക്ഷ വോട്ടുകളുണ്ട്. ആ വോട്ട് കാരണം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഈ പ്രാവശ്യം ഞങ്ങൾ ആർക്ക് ചെയ്യണം എന്നുള്ളത്. അവിടെയും ഈ കോൺഗ്രസ്സിന് കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം K. സുധാകരൻ ഇത്ര മുതിർന്ന നേതാവാണ്, അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ ആവർത്തിക്കുകയാണ്, ഞാൻ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരുന്നു. ഇത് കേൾക്കുന്ന VD സതീശൻ, എനിക്കറിയില്ല, നമ്മളങ്ങനെ ഒരു ചർച്ചയില്ല. ആ കുറച്ച് കഴിയുമ്പോൾ വരുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ അറിയുന്നു ഇതൊരു ഭരണം കിട്ടിയാൽ അടുത്ത അടി ഉണ്ടാവും എന്നുള്ളത് തന്നെ. ഒപ്പം മറ്റൊരു വിഷയങ്ങൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ഇപ്പോൾ പാലക്കാട് ഉണ്ടായിരിക്കുന്ന ആ ഒരു സ്ത്രീ പീഡന ആ കേസ്, അത് വീണ്ടും പൊക്കിക്കൊണ്ടുവരുന്നു. ഈ നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇത് ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറി അതായിരിക്കുമോ ഇനി കോൺഗ്രസിനെ ഇനി വീണ്ടും ഒരു 3.0 പിണറായിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നത്? അതെ, നമ്മൾ കോൺഗ്രസിനെ പഠിച്ചു കഴിയുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, ഇവർ ഇത്ര ഇലക്ഷൻ്റെ ഈ സ്റ്റേജ് ആയിട്ട് പോലും ഒന്നിച്ചിരുന്ന്, അതായത് നേതൃത്വം പല ഗ്രൂപ്പുകളുണ്ടല്ലോ, ആ ഗ്രൂപ്പുകൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിരുന്നു ഈ ഇലക്ഷനിൽ നമ്മുടെ സ്ട്രാറ്റജി ഇന്നതാണെന്നും നമ്മുടെ മാനിഫെസ്റ്റോ ഇന്നതാണെന്നും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്നതാണെന്നും ഇന്നവർ മാത്രമേ സംസാരിക്കാവൂ. ഇപ്പോൾ ഇടതുപക്ഷത്തെ നോക്കിക്കേ, CM അല്ലാതെ പാർട്ടി സെക്രട്ടറിമാരല്ലാതെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ക്യാമറകളുടെ മുമ്പിൽ? ഇല്ല. അവരവരുടെ മിനിമം കാര്യം പറഞ്ഞ്, അവരുടെ മണ്ഡലകാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. അവസാനം ഇവിടെ വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഏകീകരിക്കപ്പെട്ട ഒരാശയം ജനത്തിന് മുമ്പിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്നൊരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഇലക്ഷൻ കഴിയുമ്പോൾ പറയുന്ന ഇവർ നമ്മൾ ചർച്ച ചെയ്യും. അത് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ ഞാൻ പറയാം നിജോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാവിലെ ഒരു 6 മണിക്ക് ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയെന്ന് വിചാരിച്ചു, വൈകുന്നേരം ഒരു 8 മണി വരെ 10 മണി വരെ വർക്ക് ചെയ്തു. ഇത് കഴിഞ്ഞിട്ടും ഉടയാത്ത ഷർട്ടും മുണ്ടും, ഇനി ഞാൻ തിരിച്ചു പറയാം, ഉടഞ്ഞ മുണ്ട് ഷർട്ടുമായിട്ട് കാണുന്ന എത്ര കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്? ഉടയാത്ത ഞാൻ പറയുന്നില്ല, ഉടഞ്ഞ രാവിലെ തേച്ച് കതറ് ഇട്ട ഇറങ്ങുന്ന, അത് ഉടഞ്ഞ് ചുളുങ്ങി പറഞ്ഞ ഷർട്ടുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന എത്ര കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്? അതാണ് അടുത്ത പരാജയം. അവിടെയൊക്കെ അവർ മാറി ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ 3, ജനത്തിന് മുമ്പിലേക്ക് ഇപ്പോഴും അടിസ്ഥാനപരമായ ജനങ്ങളുടെ വിഷയത്തെ എത്തിക്കുന്നത്. ഇപ്പം മലയോര മേഖലയിലൂടെ പോകുന്നവർക്ക് വനം വന്യജീവി പരിസ്ഥിതി നിയമങ്ങൾ, ഇതേ ഞാൻ മുമ്പേ പറഞ്ഞ കേന്ദ്ര സർക്കാർ 2023 കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങൾ വനം വന്യജീവി പരിസ്ഥിതി തീരദേശമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്യാൻ. അത്രയും ഭീകരമാണ്. ഈ ജനത്തെ മുഴുവൻ വിറ്റേക്കുന്നതാ കോർപ്പറേറ്റുകൾക്ക്. ആ മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല. ഇനി 2, തീരദേശ സാധാരണക്കാരെ പറ്റി വല്ലതും പറയാനുണ്ടോ? തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പറ്റി വല്ലതും പറയാനുണ്ടോ? ഒന്നുമില്ല. ഒരു ഇൻഡസ്ട്രി വരുന്നതിനെ പറ്റി പറയാനുണ്ടോ? ഞങ്ങൾ വന്നാൽ ഇന്ന സ്ഥലം, ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ വന്ന സൗജന്യത്തെ പറ്റിയാണ് പറയുന്നത്, വികസനം പറയുന്നില്ല. അതിലേക്ക് എത്തി. അപ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഞാൻ കോൺഗ്രസ് കാണുന്നത്. അതോടൊപ്പം എവിടെയൊക്കെയോ അല്പസ്വല്പം വർഗീയ പ്രീണനങ്ങളുണ്ട്. ആ വർഗീയ പ്രീണനങ്ങളെ ഇന്ന് ഭൂരിപക്ഷ സമൂഹവും ന്യൂനപക്ഷങ്ങളിലെ അതിന്യൂനപക്ഷവും ഒക്കെ ഭയപ്പെടുന്നുണ്ട്. ആ ഭയപ്പാടുകൾ ന്യൂനപക്ഷത്തിലെ അതിന്യൂനപക്ഷ വിഭാഗങ്ങളും ഭൂരിപക്ഷ സമൂഹത്തിലെ ഒരു വിഭാഗമൊക്കെ ഭയപ്പെടുന്നത് തീർച്ചയായിട്ടും അതിനെ മനസ്സിലാക്കാനും അതിന് കൃത്യമായ ഒരു പ്രതിവിധിയിലേക്ക് എത്താനും കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ഈ അവസാന സ്റ്റേജിൽ പോലും അവർക്ക് ആ കാര്യത്തിൽ ഇപ്പോൾ FCRI വിഷയത്തിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ അത് മറ്റ് പല വിഷയങ്ങളിലും എടുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പം മുനമ്പം വിഷയമായിക്കോട്ടെ, ജമാഅത്ത് ഇസ്ലാമി വിഷയമായിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഒരല്പം കൂടെ ജാഗ്രത പുലർത്തി ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളെങ്കിലും അത് വേണ്ട രീതിയിൽ നല്ല സ്റ്റെപ്പുകൾ എടുത്താൽ അവർക്ക് ഗുണം ചെയ്യും. കാരണം സ്ട്രാറ്റജി മാറ്റി, ചില ട്രെൻഡുകൾ മാറി, കാറ്റ്
അതൊക്കെ ഇടത്ത് നിന്ന് വലത്തേക്ക് ഇങ്ങനെ മാറി വീശാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ കോൺഗ്രസിന് മോശമല്ലാത്ത ഒരു റിസൾട്ട് ഇപ്രാവശ്യം കിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക നോക്കുകയാണെങ്കിൽ തെറ്റില്ല. ഓരോ മണ്ഡലങ്ങളും നമ്മൾ സ്ഥാനാർത്ഥികളെ നോക്കുകയാണെങ്കിൽ തെറ്റില്ലാത്ത ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ ഒരു പോസിറ്റീവാണ്. പക്ഷെ അത് സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഗുണം അവർക്ക് കിട്ടിയില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എങ്കിലും ക്രൈസ്തവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലേക്ക് പോയിരുന്ന കുറേ വോട്ടുകൾ ചില ആളുകൾ വഴി ഈ പറഞ്ഞ പോലെ അന്ധമായ മുസ്ലിം പ്രീണനം, കോൺഗ്രസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മുസ്ലിം തീവ്രവാദികളിവിടെ വാഴും, അവർ എല്ലാം പിടിച്ചെടുക്കും, എല്ലാ മേഖലയും അവരുടെ കയ്യിലേക്കായിരിക്കും. അത്തരത്തിൽ പറഞ്ഞ് പേടിച്ച് പല കോൺഗ്രസ് വോട്ടുകളും ഇന്ന് BJPയിലേക്ക് എത്തിക്കാനായിട്ട് ചില ക്രൈസ്തവ അതിനകത്തൊരു ചെറിയ വസ്തുത തള്ളിക്കളയാൻ പറ്റില്ല. അതിനകത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ LDF സർക്കാർ എടുത്തേ, ആഭ്യന്തരം, വിദ്യാഭ്യാസം രണ്ടും ന്യൂനപക്ഷം ഒഴികെ വിദ്യാഭ്യാസം, പൊതുമരാമത്ത് വിഭാഗങ്ങൾ പ്രധാനമായിട്ടും, അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണം, ഇത് ആരുടെ കയ്യിലായിരുന്നു? CPMൻ്റെ കയ്യിലായിരുന്നു, LDFൽ. അതിന് മുമ്പത്തെ ഇടതുപക്ഷത്തിനും അവരുടെ കയ്യിൽ തന്നെയായിരുന്നു. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആഭ്യന്തരം പോട്ടെ കയ്യിലായിരുന്നു, വിദ്യാഭ്യാസം അവരുടെ കയ്യിലായിരുന്നു, ന്യൂനപക്ഷം ക്ഷേമം അവരുടെ കയ്യിലായിരുന്നു, പൊതുമരാമത്ത് അവരുടെ കയ്യിലായിരുന്നു, തദ്ദേശ സ്വയംഭരണം അവരുടെ കയ്യിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുടെ കയ്യിലേക്കാണ്. ഇത് 2-3 ഇലക്ഷനുകളിൽ UDF സർക്കാർ കാണിച്ചു വെച്ചേക്കുന്നത്. ഇതിനെ ഭയപ്പെടുന്നുണ്ട്. ഇതിന് കൃത്യമായൊരു റീസൺ കൊടുക്കാനോ ഇതിനൊരു മറുപടി കൊടുക്കാനോ UDFന് സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ആ ഒരു വിഷയം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിനെ മുതലാക്കിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ ചെറുതിനെ പേടിച്ച് വലുതിൻ്റെ മടയിൽ പോയി വീഴേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു പക്ഷേ നമ്മൾ അല്ലേ ഒരിക്കലും പാടില്ല. ഒരു പക്ഷേ അതും കൂടി നടക്കുന്നുണ്ട്. ആത്മഹത്യാപരമല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല വിഷയം ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ആ വിഷയത്തിലേക്ക് വരികയാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ചർച്ച അവസാനിപ്പിക്കാം. എന്തായാലും ഈ ഒരു പീക്ക് ടൈമിൽ, ഇലക്ഷൻ്റെ ഒരു പീക്ക് ടൈമിൽ നമ്മൾ ചർച്ച ചെയ്ത് വെച്ച പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളും തീരദേശ മേഖലയിലായിക്കോട്ടെ, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട, ഒപ്പം ഈ ഒരു ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന FCRA വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ അത്തരത്തിൽ വിഷയങ്ങളിലെല്ലാം ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അത് ചർച്ചയാകണം. ഈ ചർച്ചയാകുന്ന വിഷയങ്ങളായിരിക്കണം ഇനി 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഓരോ വോട്ടറുടെയും മനസ്സിൽ ഉണ്ടാവേണ്ടത്. മറ്റു തരത്തിലുള്ള എല്ലാ വർഗീയതകളും മാറ്റുക, അല്ലെങ്കിൽ മറ്റു തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാറ്റ് മറ്റു തരത്തിൽ പല ചർച്ചകളിലൂടെയും വരുന്നു. രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ പോരുകളിലേക്കൊക്കെ മാറ്റുന്നു. അതൊക്കെ ജനം മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കണം. കാരണം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ജനങ്ങളുടെ വികസനമാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടേണ്ട വികസനമാണ്. കാരണം നമ്മൾ വിധി എഴുതാൻ പോകുന്നത് നമ്മുടെ വിധി തന്നെയാണ്. അടുത്ത 5 വർഷത്തേക്കുള്ള നമ്മുടെ വിധി നമ്മൾ എഴുതാൻ പോവുകയാണ്. അത് എന്താ പറയുക, വിവേകത്തോടു കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. നേർക്കാഴ്ചയുടെ ഈ ഒരു ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നന്ദി.